ഹായ് ഡിയേഴ്സ്. അപ്പോൾ ചെറിയൊരു നൈറ്റ് റൊട്ടീനായിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനും താനും മാത്രം രാത്രിയിൽ ഉണ്ടാകുമ്പോഴുള്ള അവസ്ഥ നോക്കിയോ. ഉള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. 1 2 3 4 5 പിന്നെ അപ്പുറത്തത് ബുക്ക്, പെന്ന്, പിന്നെ ഇവിടെ ഇതാ എല്ലാം ഉള്ള സാധനങ്ങൾ അപ്പുറത്തത്. ഇങ്ങനെയാണ് നമ്മൾ രാത്രി പരിപാടി. നമുക്ക് ബുക്ക് വായിക്കേണ്ട തിരക്കാണ്. 200 രൂപ, 10 രൂപ, 2000, 100, 20, 200, 500. അപ്പം ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കല പണി എൻ്റെത്. ഇനി ബാക്കി എല്ലാം കാണിച്ചു തരും കേട്ടാ. നിങ്ങൾക്ക് എന്നാന്ന് ഞാൻ പറയുമ്പോൾ കക്കേനെയും പൂച്ചേനെയും എല്ലാം അവൾ കാണിച്ചു തരുവേ. നമുക്ക് നോക്കാം അവൾ പറയുന്നുണ്ടോന്ന്. നമുക്ക് കാണിച്ചു തരുവേ. കാണിച്ചു തരുവേ. ഇതാ നമുക്ക് ബേർഡ്സിൽ തന്നെ നോക്കാം. താനീ കാക്ക എടുത്തു ഇതിൻ്റെ ഒത്ത്. കാക്കേനെ കാണിച്ച കാക്ക തത്ത എടുത്തു. തത്തേനെ കാണിക്ക്. തത്ത എടിയല്ലേ. തത്ത എടുത്തു ഒന്ന് കാണിച്ച. ഇനി ട്രെയിൻ എടുത്തു. ട്രെയിന് ആ. ഇനി എയ്റോപ്ലെയിൻ എടുത്തു. അതല്ല പൊന്നു, എയ്റോപ്ലെയിൻ ഏതാ? ആ. ഹെലികോപ്റ്റർ ഏതാ? ഹെലികോപ്റ്റർ എടുത്തു. ഹെലികോപ്റ്റർ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും കശിക്ക്. ഇനി ഓ ആ കണ്ട് ഇഷ്ടായി. Baba. ഈ താഴെ കിടക്കുന്ന വണ്ടിയെല്ലാം കുറച്ച് കഴിഞ്ഞാൽ മേലോട്ടേക്ക് നമ്മളെ കിടക്കലുണ്ടാവും. അതെപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ.
കുറച്ച് കഴിഞ്ഞാൽ നേരത്തേക്ക് എടുത്ത് കൊണ്ടുവരും. ഇത് ഇവിടുന്ന് കളിക്കലാണ്, കളി വാവേനെ എടുത്തിട്ട് കളിക്കൽ. എപ്പോഴത് മേലെ കയറി ഓളെ 2 വണ്ടിയും മേലേക്ക് എടുത്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ മുള ഓളെ ടെടിയില്ലേ അത് എടുത്തിട്ട് അതിൻ്റെ മേലെയായിരിക്കും കയറുക. എപ്പോൾ അങ്ങനെയാണ്. ഇനി ഇന്നെങ്ങനെയാണെന്നറിയില്ല, എല്ലാ ദിവസവും അത് സ്ഥിരം പരിപാടി. അപ്പം നോക്കാം ഇന്നെങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. ഭയങ്കര കളിയില്ല കേട്ടോ. ചെറുതായി ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, ഉറക്കമൊന്നും വരുന്നില്ല. കളിക്കേണ്ട തിരക്ക സൈലൻ്റായിട്ട് എന്തെല്ലോ ചെയ്യുന്ന. പിന്നെ ഓള് നല്ലോണം എഴുതുവേ എൻ്റെ മോള്. അല്ലേ താനി? എൻ്റെ മോള് ചിത്രം വരക്കൂ. ഒക്കെ വലിയൊരു ബുക്ക് തന്നെ ഉണ്ട് അപ്പ കൊടുത്തിട്ട്, വലിയ ബുക്ക്. അതിൻ്റെ കടലാസ് വെച്ചും തീർന്ന്, എന്നാലും കുറച്ചുണ്ട്. നേരത്തെ എല്ലാ പക്ഷീൻ്റെയും പേരെല്ലാം പറഞ്ഞു, പക്ഷെ നോക്കുമ്പോൾ എൻ്റെ ക്യാമറ എൻ്റെ എന്തോ സ്റ്റക്കായിപ്പോയി, ഒന്നും ആവുന്നില്ല. അത് ഞാൻ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഓരോന്ന് പറയും, അപ്പോൾ അത് വരക്കുന്ന കേട്ടോ. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വര, ഒരു കുത്ത്. അപ്പ എന്ന് പറഞ്ഞ ഒരു നീളത്തിലുള്ള വര. അങ്ങനെയല്ല കേട്ടോ അവളെ പരിപാടി. ഇതിങ്ങനെ എപ്പോൾ രാത്രി ഇങ്ങനെ ഈ ബുക്ക് മറിച്ചിട്ട് ഓരോ പേപ്പറിലും ഓരോന്ന് എഴുതിക്കൊണ്ടിരിക്കും. പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പറൊന്നും ഉണ്ടാവില്ല. 2 പീസായി 3 പീസായി അത് കുറേ അങ്ങനെ ആക്കും. ഇതല്ല ഇവിടെ നൈറ്റ് റൊട്ടീൻ. ഇങ്ങനെ എന്ന സംഭവം ഈ കാണുന്ന എന്നാ ഓളപ്പ ഇങ്ങനെ കൈ വെച്ചിട്ട് ബുക്കിൻ്റെ മേലെ കൈ വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ വരക്കാൻ പഠിപ്പിച്ചു കൊടുത്തിന്. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വണ്ടി മേലെ ഉണ്ടാവാൻ. സത്യം എല്ലാ ദിവസവും ഇങ്ങനെയാണ്. കളിച്ച് ക്ഷീണമായ ഉറക്കിൻ്റെ വക്കിലെത്തി ഏത് സമയവും ഉറങ്ങാവുന്ന രീതിക്ക്. അപ്പോൾ പാപ്പയെല്ലാം കുടിച്ചിട്ട് ഒരു 10:45 അങ്ങനെയാണ് ഉറങ്ങാൻ. അപ്പോൾ ഇവിടെ ബുക്ക് ഇത് എപ്പോഴുള്ള പരിപാടി. ഇതെല്ലാം എല്ലാ സാധനം കിടക്കലുണ്ടാവും ഉറങ്ങാൻ നോക്കും. അപ്പോൾ എല്ലാം നേരെ ഓളെ പെട്ടിയുണ്ട്, അതിൻ്റെ ഒത്തേക്ക് ഇട്ട് വെക്കല എൻ്റെ പണി. രാവിലെ എണീറ്റ് പാട് നേരെ എല്ലാം കിടക്കയിലേക്കും. ഇത് ദിവസമുള്ള റൊട്ടീന്. അപ്പോൾ കണ്ട ഈ പെട്ടിയിലാണ് എന്ത് സാധനമാണെങ്കിലും നമ്മളെ കാണാണ്ടായി കഴിഞ്ഞാൽ ഈ പെട്ടി പരിധി നോക്കിയാൽ കിട്ടിക്കോളും. അപ്പോൾ ഉള്ള ഡോളിനെല്ലാം വെച്ച് ബെഡ്ഷീറ്റെല്ലാം കുറച്ച് ഇതായിട്ടുള്ള, അപ്പം അതെല്ലാം ഒന്ന് മാർക്ക് വിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഈ ബുക്കിൽ എഴുതുന്നയോ കടലാസ് എല്ലാം പറിച്ച് ചാടും. അപ്പം അതൊന്ന് ഇതാക്കണം. എല്ലാം വൃത്തിയാക്കി ഇച്ചിരിപ്പാട് കണ്ട. പെന്ന് കിട്ടിയാലിപ്പോൾ വരച്ച് വെക്കല പരിപാടി. ഒന്നും അറിയാത്ത പോലെ ഉറങ്ങുന്ന നോക്കിയാൽ. അപ്പോൾ അവളെ ഏകദേശം എനക്കും ഉറങ്ങേണ്ട സമയമായി, ഓക്കും ഉറങ്ങേണ്ട സമയം. അപ്പോൾ ബെഡ്ഷീറ്റെല്ലാം നല്ലോണം നേർക്കാക്കി ഇനി നമ്മൾ കിടക്കാൻ പോന്നു. നമ്മളെല്ലാം ഓളുറങ്ങി, ഇനി ഞാൻ കിടക്കാൻ പോന്നു. അപ്പോൾ നല്ല ഫാൻ ഇട്ടിട്ടുള്ള. അപ്പോൾ ഇത് വിരിച്ചിട്ട് ഇനി ലൈറ്റ് ഈ ഡിമ്മ് ലൈറ്റാട്ടോ നമ്മളിടൽ. അപ്പോൾ അതെപ്പോൾ ഇടും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.